ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അന്നത്തെ ഒരു ഡേ മൈ ലൈഫ് കാണാം. ചായക്ക് ഇന്ന് നൂൽപുട്ടും വെള്ളക്കടലയും കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. കടല കഴുകി കുക്കറിലിട്ടു. അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കിഴങ്ങും നുറുക്കിയിട്ടു. പിന്നെ ചീരമുളക് ചതച്ചൊന്നിട്ടിട്ടുണ്ട്. പട്ടയും ഏലക്കായും ഇട്ടു. ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി എടുത്തുകൊടുന്ന് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്ത് അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. തിളച്ചതിന് ശേഷം അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഉരുട്ടി മാറ്റി വെച്ച് പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ചിരകി അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാവ് കുഴയ്ക്കാനുള്ള വെള്ളം വാങ്ങിയതിന് ശേഷം നൂൽപുട്ടുണ്ടാക്കാനുള്ള പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നൂൽപുട്ട് റെഡിയാക്കി സെറ്റാക്കി വയ്ക്കുകയാണ്. 3 നൂൽപുട്ടേ ആദ്യത്തെ ഇതിൽ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സെറ്റാക്കി വേഗം വെച്ചിട്ടുണ്ട്. അതാവുമ്പോഴേക്കും വേറെ 3 പ്ലേറ്റും കൂടി ഉണ്ട് അതിലേക്ക് റെഡിയാക്കി വെച്ചു. നൂൽപുട്ടായി കഴിഞ്ഞ് മറ്റേത് എടുത്തതിന് ശേഷം ഇത് വെച്ച് നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നാളികേരപ്പാൽ വെച്ച് സെറ്റാക്കി വെച്ചു. കറി റെഡിയായി. 2 പ്രാവശ്യം നൂൽപുട്ടും ആക്കിയേക്ക് ശുഭേട്ടനും അബിയും ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എടുത്തു. അതിൻ്റെ ഇടയിൽ ആദ്യം എഴുന്നേറ്റു. അപ്പോൾ അവനെ പോയി വേഗം എടുത്തുകൊടുന്ന് പല്ലൊക്കെ തേപ്പിച്ച് ശുഭേട്ടൻ്റെ അടുത്ത് ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കുടിച്ച് ഓരോ വഴിക്ക് തിരിഞ്ഞപ്പോഴേക്കും അല്ലു എഴുന്നേറ്റ് വന്ന് അവൻ്റെ പല്ലിയപ്പൊക്കെ കഴിഞ്ഞ് അവൻ ചായ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആദ്യം വന്ന് അവനും വേണമെന്ന് അറിയുന്നുണ്ട്. കറിപ്പാത്രമൊക്കെ എടുത്ത് കൊടുന്ന് എൻ്റെ അടുത്ത് തരികയാണ്. പിന്നെ അവനും അവിടെ ഇരുന്ന് അവൻ്റെ കൂടെ ഒരു നൂൽപുട്ടിൻ്റെ പകുതിയൊക്കെ ഏകദേശം കഴിച്ചു. അങ്ങനെ അവർ രണ്ടാളും കൂടി അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അത് കഴിക്കണതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൻ പോയി എന്ന് കരുതിയിട്ട് അല്ലു പ്ലേറ്റ് എടുത്തിടുന്നു. അതവന് പറ്റിയതുമില്ല. അല്ലു പറയണത് നൂൽപുട്ട് ചുട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് എപ്പോഴും അതിൻ്റെ അടിയിലൊക്കെ പറ്റി നിൽക്കണ മാവെടുത്താണ്ട് പഞ്ചസാരയും നാളികേരമൊക്കെ ഇട്ട് അട പോലെ. അപ്പോൾ അതവർക്ക് ഇഷ്ടമാണ്. അത് ഞാനും അതും കഴിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം അടുക്കള ക്ലീൻ ആക്കുകയാണ്. പാത്രമൊക്കെ ഒതുക്കി കഴുകി വയ്ക്കലൊക്കെ കഴിച്ചു. പിന്നെ ലാസ്റ്റത്തത് വാങ്ങി വെച്ചതിന് ശേഷം അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് എഴുതിയാണ്ട് റാഗി ഉണ്ടായിരുന്നു കുറേ മുന്നത്തെയാണ്. ആദൂനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാണ്. അത് വേഗം കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. നൂൽപുട്ട് വേവിക്കുന്നതിൻ്റെ ഇടയിൽ വേഗം ഇപ്പുറത്തെ അടുപ്പത്ത് വന്ന് ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ചോറായി. അത് വാങ്ങി അവിടെ തന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി. അത് വേഗം തിളപ്പിച്ച് വെച്ചു. പിന്നെ മുറ്റടിക്കാൻ ഇറങ്ങി. മുറ്റടിച്ചൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചായ കുടിക്കാതിരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ചായ കുടിക്കായിരുന്നു. അച്ഛൻ്റെ കഴിച്ച് കഴിഞ്ഞിരുന്നു, അമ്മേൻ്റെ കഴിയണുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചായ കുടിച്ചു. അടുത്ത വീട്ടിലത്തെ ഒരു ചേച്ചി തന്ന അരവണയും അപ്പമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അല്ലു അതും അവിടെ നിന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വേഗം അടിച്ചൊരു തുടയ്ക്കാൻ വേണ്ടി നിന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അല്ലുവിനെ ഡോക്ടറെ കാണിക്കാൻ പോവാൻ. അവനൊന്നും സ്കൂളിലേക്ക് പറഞ്ഞയക്കണില്ല. അലർജീൻ്റെ ആ ശ്വാസത്തിൻ്റെയൊക്കെ ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞ ദിവസമാണിന്ന്. മാസത്തിൽ 2ാമത്തെ തിങ്കളാഴ്ച എന്നും അവിടെ പരിശോധന ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ വേഗം പണികളൊക്കെ ഒരുക്കി വയ്ക്കുകയാണ്. അവിടെ പോയാൽ ചിലപ്പോൾ ഒരു ദിവസത്തെ ഇത് കണക്കാവും. തിരക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അലർജീൻ്റെയൊക്കെ ഇതാവുകൊണ്ട് പരിശോധന കുറേ നേരം പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പറയണ കേട്ടു. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് അന്ന്. അല്ലുവിന് മറ്റേ ഡോക്ടർ പറഞ്ഞിട്ട് കാണിക്കുകയാണ്. ഇനി അത് കാണിച്ചിട്ട് എന്താ പറയുകയെന്ന് അറിയില്ല. അപ്പം അവനെ കാണിക്കാൻ പോകണം. ഞാനും അല്ലു മാത്രമേ പോകണുള്ളൂ. ഡോക്ടറെ കാണിക്കാൻ പോവാണ്. അതുകൊണ്ട് 11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം നടക്കുകയെന്ന് പറഞ്ഞാണ്ട് വേഗം പോവുകയാണ്. അവൻ കുഴങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ ടൈം അവിടെ നിൽക്കേണ്ടി വന്നു.
2 മണിയായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഷിബുവേട്ടനും ആദ്യം ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നതിന് ശേഷമാണ് എഴുന്നേറ്റത്. അച്ഛനും അമ്മയൊക്കെ അപ്പോഴേക്ക് ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ചോറൊക്കെ കഴിച്ചു. ഒറ്റ ക്ഷീണിച്ചായിരുന്നു. അവിടെ ഇരുന്ന് പിന്നെ വല്ലാതെ തലവേദനിക്കുന്നുണ്ട്. വെയിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതല്ലേ. അപ്പോൾ ഞാനും അല്ലു വേഗം പോയി കുറച്ച് നേരം കടന്നു. പിന്നെ നീക്കുന്നത് അബി വന്നതിന് ശേഷമാണ്. കടന്നപ്പോൾ തന്നെ 3 മണിയായിട്ടുണ്ട്. 1 മണിക്കൂർ നേരം കിടക്കാൻ പറ്റി. പിന്നെ അവന് റാഗി ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം അത് ഉണ്ടാക്കാൻ നിന്നു. വയ്യാന്ന് കരുതിയിരുന്നു. പിന്നെ അങ്ങനെ നിർബന്ധം പറഞ്ഞപ്പോൾ വേഗം ഉണ്ടാക്കി. റാഗി ആയി കുടിച്ചതിന് ശേഷമാണ് ഷിബുവേട്ടൻ പോയത്. റാഗി കട്ടിയിലല്ല വിരകിയെടുക്കൽ. ഇവർക്കൊക്കെ ഇഷ്ടം കുടിക്കണ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് അങ്ങനെ കുടിക്കേണ്ട രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ചൂടായിട്ട് അവരെല്ലാം പ്ലേറ്റിൽ ആക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും അല്ലു അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അല്ലുവിനെ പഠിപ്പിക്കായിരുന്നു. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.